ഉറപ്പോടെ വന്ന LDF സർക്കാർ അവരുടെ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ മന്ത്രി റിയാസ് അടക്കമുള്ളവരുടെ ഗ്രാഫ് ഉയർത്തിക്കാണിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കടക്കം പണം നൽകിക്കൊണ്ട് വാർത്തകളിൽ പോലും ഈ മന്ത്രിമാരെ അവരെയൊക്കെ നിറച്ചുകൊണ്ട് പ്രൈം ടൈമിൽ വാർത്ത പോകട്ടെ എന്നാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. ഇതിനോടൊപ്പം തന്റെ മരുമകൻ റിയാസിനെയും പൊക്കിക്കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് VD സതീശന്റെ അഴിഞ്ഞാട്ടം. ആ വീഡിയോ ഒന്ന് കാണാം. നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർസാക്ഷ്യമാണ് ഈ 4ാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിനുണ്ടായ ഈ സംഭവം. അതിനെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തത്? എത്ര വേദനയോടുകൂടിയാണ് കേരളത്തിലെ മലയാളികളെല്ലാം ആ വാർത്തയെക്കുറിച്ച് അറിഞ്ഞതും ആ വാർത്തയെക്കുറിച്ച് വായിച്ചതും. എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്? ഇതാണ് പൊതുവായി പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ പരിപാടിയും ഇവിടെ ഈ കേരളത്തെ മാറ്റിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരിലാണ് ഈ ഉള്ളത്. പൊളിറ്റിക്കൽ പേറ്റനേജാണ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി മരുന്ന് മാഫിയയെ അതിന്റെ താവളമാക്കി ഈ കേരളത്തെ മാറ്റാൻ. ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും, ലഹരി മരുന്നിന്റെ മെറ്റീരിയൽ വേണമെങ്കിലും 10 മിനിറ്റ് കൊണ്ടെത്തും. ഏത് വിദൂര ഗ്രാമത്തിൽ അത്രയും വലിയ നെറ്റ്വർക്കാണ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് കേരളത്തിലുള്ളത്. അതിന് പല സ്ഥലത്തും പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് CPM ആണ്, ഭരണകക്ഷിയാണ്, ഗവൺമെന്റാണ്. അതാണ് കേരളത്തിലെ നമുക്കറിയാം, കേരളത്തിലെ ധനസ്ഥിതി എന്താണ്? ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ധനസ്ഥിതി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 1.56 ലക്ഷം കോടിയായിരുന്നു പൊതുക്കടം. അത് കാരണം GDP-യുമായിട്ട് കണക്റ്റഡാണ് ആ കടം. അത് കുഴപ്പമില്ല, നമുക്ക് പരിഹരിക്കാൻ പറ്റും. 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ 2026 ആകുമ്പോൾ 1.56 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ പൊതുക്കടം വർദ്ധിക്കുകയാണ്. കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട്. സപ്ലൈകോയിൽ ചെന്നാൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്, പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല, കാരണം സപ്ലൈകോയിലെ വിതരണക്കാർക്ക് കോടികൾ കൊടുക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കടം അന്ന് ലാഭത്തിലാക്കി 1000 കോടിയായിരുന്നു. ഇപ്പൊ 45,000 കോടിയാണ് കടം. 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു. 2500 കോടി രൂപയുടെ ബാധ്യതയാണ് 6 ക്ഷേമനിധികൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് 10-18 മാസമായി. പല ക്ഷേമനിധികളും ഇല്ലാതാവുകയാണ്. ഈ പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പണം കൊടുക്കുന്നില്ല. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ മാസശമ്പളം കൊടുക്കുന്നില്ല. ഒന്നിനും പണമില്ലാത്ത ദയനീയമായ അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നടത്തുന്ന ജലജീവൻ പദ്ധതിയിൽ കോടികൾ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്. ആത്മഹത്യയുടെ മുനമ്പിലാണ്. PWDയുടെ കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. ജീവനക്കാർക്ക് DA കുടിശ്ശികയും ലീവ് സറണ്ടറും കൊടുക്കാനുള്ളത് 60-65,000 കോടി രൂപയാണ്. എത്ര വലിയ ബാധ്യതയിലേക്കാണ്! ഈ പൊതുക്കടം കൂടാതെയുള്ള കടങ്ങളാണ് ഞാൻ പറഞ്ഞത്. വലിയ പദ്ധതികൾ പ്ലാൻ കട്ടാണ്. പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല. കഴിഞ്ഞ 3-4 വർഷമായി 30,000 കോടി രൂപയിൽ നിൽക്കുകയാണ് പ്ലാൻ സൈസ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാൻ സൈസ് വർദ്ധിക്കുകയാണ്, പദ്ധതി തുക വർദ്ധിക്കുകയാണ്. ഇവിടെ സ്റ്റാഗ്നന്റായി നിൽക്കുകയാണ്, അനങ്ങാതെ നിൽക്കുകയാണ്. എന്നിട്ട് അനങ്ങാതെ നിൽക്കുന്ന ആ പ്ലാൻ പോലും പദ്ധതി കട്ടാണ്. 50% വരെ കട്ടാണ്. പട്ടികജാതിക്കാരുടെ 500 കോടി രൂപയാണ് കട്ട് ചെയ്തത്. പട്ടികവർഗക്കാരുടെ 112 കോടി രൂപ പ്ലാൻ സൈസ് കട്ട് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ കൃത്യമായ വിഹിതം കൊടുക്കാതെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും എല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തെ ഭരിച്ചു തകർത്തു തരിപ്പണമാക്കി. എന്നിട്ടാണ് ഇവർ ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. 200 കോടി രൂപ, 26 കോടി എന്നവരോട് തുടങ്ങിയതാണ്. 200 കോടി ആയാലും ഇവരുടെ ആഘോഷം അവസാനിക്കില്ല. മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ മാത്രം 15 കോടി രൂപയുടെ ഹോർഡിംഗ്സ് ആണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്. ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങളുടെ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ?
പരസ്യമല്ലാതെ. വാർഷികാഘോഷങ്ങൾ പ്രൈം ടൈമിൽ കാണിക്കണം, ചാനലുകളുടെ നോൺ പ്രൈം ടൈമിൽ കാണിക്കണം, അതിന്റെ ഡോക്യുമെന്ററി പോലെ ചെയ്യണം, മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമല്ലാതെ, പരസ്യം കൊടുത്തോട്ടെ, എല്ലാ സർക്കാരുകളും പരസ്യം കൊടുക്കും, പരസ്യമല്ലാതെ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ? സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികളോ? നിങ്ങൾ മാധ്യമങ്ങളെ ഭയങ്കര പുച്ഛമല്ലേ? മാധ്യമങ്ങളെ പുച്ഛമല്ലേ ഗവൺമെന്റിന്, CPM നേതാക്കന്മാർക്ക്? മാധ്യമങ്ങളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഈ 4ാം വാർഷികം പ്രൊമോട്ട് ചെയ്യാൻ, നിങ്ങളുടെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ, ഈ വാർഷികാഘോഷ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യാൻ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ? നിങ്ങൾ പറയണം, മുഖ്യമന്ത്രി പറയണം. കാരണം വീട്ടിൽ നിന്ന് എടുത്തല്ല, ആരെയും വീട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്, മന്ത്രിമാരുടെ അല്ല, സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ്. നിങ്ങൾ ഭരിച്ചു തകർത്തത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റ് വീണ്ടും അടിക്കുകയാണ്. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമ പ്രമോഷന് വേണ്ടിയിട്ട് മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ? പറയണം. സർക്കാർ ചെലവാക്കുന്നുണ്ടോ? സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾ ചെലവാക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. കേരളം വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച പല നേട്ടങ്ങളും ഈ സർക്കാർ ഇല്ലാതാക്കുന്നു. ആരോഗ്യരംഗത്ത് രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഈ ഗവൺമെന്റിനില്ല. ഒരു ഡാറ്റ കളക്ഷൻ പോലും ഹെൽത്തിൽ നടക്കുന്നില്ല. കാർഷിക രംഗത്ത് ഞാൻ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. നെല്ല് സംഭരിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടനാടെല്ലാം. നെല്ല് സംഭരണം മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നാളികേരത്തിന്റെ സംഭരണം എവിടെയെങ്കിലും ഉണ്ടോ? പാവപ്പെട്ട കർഷകർ കൊയ്തുകൂട്ടിയ, അവര് കഷ്ടപ്പെട്ട് കൊയ്തുകൂട്ടിയ നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് മര്യാദയ്ക്ക് പണം കൊടുക്കുന്നില്ല. PRS മേടിക്കുന്ന ബാങ്കുകൾ ഇപ്പൊ കൊടുക്കുന്നില്ല. കാരണം ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത്, സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. വന്യജീവി ആക്രമണം ഓരോ ദിവസവും ശക്തമാകുന്നു. മലയോരത്തെ പാവപ്പെട്ടവരുടെ ജീവിത ഭക്ഷണമാകാൻ വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണിത്. വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണിത്. മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരമ്പരാഗതമായ സംവിധാനങ്ങളോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും സർക്കാർ സ്വീകരിക്കുന്നില്ല. അവരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാരില്ലായ്മ. മലയോരത്ത് ജീവിക്കുന്ന സാധാരണക്കാരന്റെ മുമ്പിൽ ഒരു സർക്കാരുണ്ടോ? സർക്കാരില്ല. തീരപ്രദേശത്ത് 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പൊ എത്രയാ? ഇപ്പോ ബ്ലാക്കിൽ 130, 140 മണ്ണെണ്ണയ്ക്ക് വില. സബ്സിഡി വർദ്ധിപ്പിച്ചോ? കടൽ മണൽ ഖനനം വലിയ രൂക്ഷമായ പ്രശ്നമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അഴിമതിക്ക് മാത്രമേ യാതൊരു കുഴപ്പമില്ല. കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ സർക്കാരായി ഈ സർക്കാർ മാറി. ഇതാണ് ഈ 4 വർഷത്തെ ഈ ബാക്കി പത്രം, ഈ സർക്കാരിന്റെ ബാക്കി പത്രം ഇതാണ്. എന്നിട്ടാണ് ഇവർ ആഘോഷങ്ങൾ നടത്തുക. വീണ്ടും ഇല്ലാത്ത പണമുണ്ടാക്കി ജനങ്ങളുടെ നികുതി പണം എടുത്ത് ആഘോഷിക്കുകയാണ് ഇലക്ഷന് വേണ്ടി. ഇല്ലാ കടകൾ ഉണ്ടാക്കിയാണ് വികസനത്തെ സംബന്ധിച്ച്. ആര് വിശ്വസിക്കാൻ? സാധാരണക്കാരന്റെ സ്ഥിതി അവർക്കറിയാം. അങ്ങനെ കേരളത്തെ തകർത്ത ഈ സർക്കാർ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ 4ാം വാർഷികത്തിൽ UDF സംസ്ഥാന വ്യാപകമായി കരിദിനമായി നാളെ ആചരിക്കുന്നത്. അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ. അല്ലാതെ പരസ്യമായിട്ടല്ലാതെ, പരസ്യത്തിനല്ലാതെ അത് പറയട്ടെ, അത് പറയട്ടെ, അത് പറയട്ടെ, അത് പറയട്ടെ. മുഖ്യമന്ത്രി പറയട്ടെ. അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ? അല്ല, ഞങ്ങളിങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയട്ടെ എന്നു. അല്ല, പരസ്യം വായിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അന്വേഷിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി പറയ അതെങ്ങനെ നിങ്ങളെങ്ങനെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതുപോലെ ദേശത്തിന് പറയുന്നവർ എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആരോപണം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം കൃത്യമാണ്. അതിനുത്തരം പറയട്ടെ മുഖ്യമന്ത്രി, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. താങ്കളുടെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല, അവിടെ ഞാൻ മറുപടി പറയാം. അപ്പൊ ഞാൻ തെളിവ് ഹാജരായിക്കോളാം. അതെങ്ങനെ ഉത്തരവിട്ടിരിക്കുന്ന ആളുകൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് ഉത്തരവിടുന്നത്? അന്വേഷണത്തിന് അവര് പറഞ്ഞതല്ലേ, അവരെ ഇറക്കി വിട്ടെന്ന്, പോയി കോടതി പോയിക്കോളാൻ പറഞ്ഞത് അവരോട്. അവർ 20 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയില്ലേ? അവർക്കെതിരായിട്ടുള്ള പരാതി പിൻവലിച്ചില്ലേ? എന്നിട്ടും അവരുടെ FIR റദ്ദ് ചെയ്യാതെ ഈ പരിസരത്തെങ്കിലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചല്ലേ അവരെ വിട്ടത്. പിന്നെ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ആള് തന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് ഞങ്ങൾ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ചെയ്യുന്നത്. 20 മണിക്കൂർ വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അതെ, വേടന്റെ കേസ്, ലഹരി മരുന്ന് കേസിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അത് കുറ്റസമ്മതം നടത്തി. നിങ്ങൾ ആരും ഇനി എന്റെ പോലെ ആകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന ഒരാളെ ശരിക്കും റോൾ മോഡലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്. ഇതിന്റെ അപകടം മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ്. അയാളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുറച്ച് അതായത് ഞങ്ങളാണ് ഇത് നിയമസഭയിൽ കൊണ്ടുവന്നത്. 2022 കൊണ്ടുവന്നു, ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്തു, ഒന്നും ചെയ്തില്ല. 2025 വീണ്ടും കൊണ്ടുവന്നു. ആ അസംബ്ലിയിൽ കൊണ്ടുവന്ന് വീണ്ടും കേരളത്തിന്റെ ചർച്ചയായി കഴിഞ്ഞപ്പോൾ കുറച്ച് ആക്ഷൻസ് ഉണ്ടായി, വീണ്ടും അതങ്ങ് നിന്നു. ഇതിന്റെ അകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം. സർക്കാരിന്റെ ഏജൻസികളായ പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് നടത്തണം. അവര് വിമുക്തിയല്ല നടത്തേണ്ടത്. വിമുക്തി നടത്തേണ്ടത് വേറെ ഏജൻസികൾ നടത്തണം. രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, പൊതു സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തണം. പോലീസിനെയും എക്സൈസിനെയും പൂർണ്ണമായ എൻഫോഴ്സ്മെന്റിന് വിടണം. ഇത് വലിയ നെറ്റ്വർക്കാണ് കേരളത്തിൽ, വലിയ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് പൊളിച്ചാൽ മാത്രമേ ലഹരി ഇപ്പോ കുറെ പേരെ അറസ്റ്റ് ചെയ്ത കാര്യമില്ല. കാരണം അറസ്റ്റ് ചെയ്തേക്കുന്ന നമ്പർ നിങ്ങൾ നോക്കിക്കോ. കൺസ്യൂമേഴ്സിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഇത് വലിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവ കുറച്ചു നേരം 2-3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് വീണ്ടും ഇത് വലിക്കുക. മനസ്സിലായി? അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. നമ്മളിത് സപ്ലൈ ഭയങ്കരമായ, നമ്മളെ അവിശ്വസനീയമായ സപ്ലൈ ചെയിനാണ് കേരളത്തിലുള്ളത്. എവിടെ നിന്നാണ് ഇത് വരുന്നത്, എവിടെ നിന്നാണ് ഇത് വിൽക്കുന്നത് എന്ന് കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അല്ല, ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ്. ഞങ്ങളിത് പല പ്രാവശ്യമായിട്ട് പറയാൻ, 4-5 വർഷമായിട്ടാണ് അങ്ങ് വല്ലാത്ത നിലയിലേക്ക് കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുകളുടെ ഒരു കേന്ദ്രമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏത് വിദൂര ഗ്രാമത്തിലും ഏത് തരത്തിലുള്ള മെറ്റീരിയലും 10 മിനിറ്റ് കൊണ്ട് കിട്ടും. അതാണ് സപ്ലൈ ചെയിൻ. അത് പൊളിക്കണം. അത് പൊളിക്കാൻ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ പിന്തുണ കൊടുക്കും. പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ പരാതി. കൂടുതൽ കേസുകളൊക്കെ ഈ കൺസ്യൂമേഴ്സിനെ തന്നെ എടുക്കുന്നത്, അതുകൊണ്ട് പ്രയോജനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും അത് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. 2 കാര്യത്തിൽ. തീപിടുത്തം ഉണ്ടാകുന്നത് ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ തീപിടുത്തം ഉണ്ടാകുന്ന രീതിയിലേക്ക് അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു 1. 2, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? ആ കാര്യം